ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ട് കപ്പിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി വളരെ സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഒരു 20 മിനിറ്റ് കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു കപ്സിൽ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് വലിയ പുഡിംഗ് ഡിഷിൽ വേണമെങ്കിലും ഈ ഒരു ഡെസേർട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അതിനു മുന്നേ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഏതൊരു പുഡിങ്ങിനും ഇത്തിരി ക്രഞ്ചി ലെയർ ഉണ്ടാകുന്നത് കുറച്ച് ടേസ്റ്റിയാണ് അല്ലേ. അതിനായിട്ട് തന്നെ ഞാനിവിടെ 3 ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. ഈ ഒരു കുക്കി തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ ഒരു പുഡിങ്ങിൻ്റെ കൂടെ മാച്ച് ആകുന്ന തോന്നുന്നുള്ള ഏത് കുക്കീസും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ തന്നെ കപ്പിലോട്ട് മാറ്റാണ്. ഇത് ഞാൻ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഓരോ കപ്പിലും ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ തന്നെ കപ്പിൽ തന്നെ ബാക്ക് സൈഡ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമ്മളിതിൽ മെൽറ്റ് ചെയ്ത ബട്ടർ ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് കുക്കി ക്രംസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ലെയർ, അതായത് നമ്മുടെ സെക്കൻഡ് ലെയറിന് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം നമ്മൾ റെഡിയാക്കാണ്. അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് 2 ലെയേഴ്സിന് വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട്. നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ വിപ്പ് ചെയ്ത ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മറ്റൊരു ബൗളിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പീനട്ട് ബട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്. ക്രഞ്ചി ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഒന്ന് സ്പാച്ചുല വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ ഫോൾഡ് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. ഇനി വിപ്പ് ചെയ്ത് വെച്ച ക്രീമിൽ നിന്നും ഒരു 1/2 കപ്പാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരുന്നത് ഒരു സെക്കൻഡ് ലെയർ കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒത്തിരി സ്പീഡിൽ ചെയ്യേണ്ട, ഒന്ന് സാവധാനം ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, നമ്മൾ വാങ്ങിക്കുന്ന ഓരോ പീനട്ട് ബട്ടറിൻ്റെയും ടേസ്റ്റിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാകും അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കുറച്ചും കൂടെ അധികം പീനട്ട് ബട്ടറിൻ്റെ വേണം എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ അധികം ചേർത്ത് കൊടുക്കാം. എനിക്കിത് പെർഫെക്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. സോ ഞാനിത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പിലോട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. 4 എണ്ണത്തിലും ഏകദേശം സെയിം ക്വാണ്ടിറ്റി വരുന്ന രീതിയിൽ പൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ഇതിനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഈ ഒരു ലെയറിൽ കുറച്ചൊരു സ്വീറ്റും അതിൻ്റെ ഒക്കെ തന്നെ ആ ഒരു സോൾട്ടി ആയിട്ടുള്ള ലെയറാണ് വരുന്നത്. ഇനി അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ന്യൂട്ടെല്ല ലെയർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാ കപ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ന്യൂട്ടെല്ല ലെയർ റെഡി ആവുന്നത് വരെ ഒരു 5 to 10 മിനിറ്റ് നമുക്കിതിനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഇനി ന്യൂട്ടെല്ല ലെയറിനായിട്ട് തന്നെ ആദ്യം ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്, സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് വാനില എസൻസ് ആണ്. ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടി ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര, ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി കണ്ടൻസ്ഡ് മിൽക്കിലും അതുപോലെ ന്യൂട്ടെല്ലയിലും പഞ്ചസാര ഉണ്ട്. പിന്നെ ഒന്ന് കുറച്ച് ആ ഒരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിന് ശേഷമാണ് നമ്മളിതിനൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്നത്. നമ്മളിതിൽ ജെലറ്റിനോ ചൈന ഗ്രാസോ യൂസ് ചെയ്യാതെ കോൺഫ്ലവർ വെച്ചിട്ടാണ് ഇതിനൊന്ന് തിക്കൻ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺഫ്ലവർ സ്ലറി പോലെ റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ന്യൂട്ടെല്ല മിക്സ്ചറിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. ഓക്കെ, എന്നിട്ട് തിളച്ച് വരുന്ന സമയത്ത് അപ്പോഴേക്കും നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റായി, ന്യൂട്ടെല്ലയൊക്കെ മെൽറ്റായി ആ ഒരു കളറിൽ തന്നെ നല്ല ചേഞ്ച് നിങ്ങൾ കാണാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ഒരു 10 സെക്കൻഡോളം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇതിന് ആവശ്യമുള്ള പഞ്ചസാര കുറവാണോ അങ്ങനെയൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ന്യൂട്ടെല്ലയുടെ ടേസ്റ്റ് അധികം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ടേസ്റ്റൊക്കെ ഈ സമയത്ത് കറക്റ്റ് ചെയ്യണം. ഇനി ഞാൻ വീണ്ടും ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാൻ നല്ലൊരു സിൽക്കി സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടുള്ള ആ ഒരു ലിക്വിഡായിട്ട് വന്നിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, ഇനി ഇതിന് ശേഷം ഞാൻ ഫ്ലെയിം വീണ്ടും ഒന്ന് കുറച്ചു എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിവിടെ ആ ഒരു കോൺഫ്ലവർ സ്ലറി ചേർക്കുന്നത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിക്കായിട്ട് വരണം. ആ സമയം വരെ നമ്മൾ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ എല്ലാ സൈഡ് ഭാഗത്തും താഴെയൊക്കെ എത്തുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അവിടെയൊക്കെ ലംസ് പോലെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ആ ഒരു തിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഒരു 5 മിനിറ്റ് വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ
അവിടെ തന്നെ നിന്ന് സെറ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇത് ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമ്മൾ കൈവച്ച് തൊട്ട് നോക്കുന്ന സമയത്ത് ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു സമയത്ത് വേണം നമ്മൾ ഇത് കപ്പിലോട്ട് ഫില്ല് ചെയ്യാനായിട്ട്. നമ്മൾ ഓൾറെഡി നല്ല ചൂടോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ താഴെയുള്ള ആ ഒരു വിപ്പിംഗ് ക്രീം ലെയർ മെൽറ്റായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 4 കപ്പിലും ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനൊന്ന് ഒരു 5 മിനിറ്റ് വരെ മാത്രം ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത് 5 മിനിറ്റിന് ശേഷം നമ്മുടെ പുഡിംഗ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു വിപ്പിംഗ് ക്രീം ലെയർ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കിതുപോലെ തന്നെ സെർവ് ചെയ്യാം. ഞാനിവിടെ എന്തായാലും ഒരു തിൻ ലെയർ വിപ്പിംഗ് ക്രീം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്തും നല്ല ടേസ്റ്റി ആയിരിക്കും, കാണാനും നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഒരു 4 ഡിഫറെൻറ്റ് കളേഴ്സിൽ കിട്ടുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ ഭംഗിയാക്കാനായിട്ട് ഞാൻ ഓരോ ടേബിൾ സ്പൂൺ വീതം പീനട്ട് ബട്ടറും നുറ്റല്ലയും എടുത്തിട്ടുണ്ട്. അത് ഓരോരോ കവറിലോട്ട് മാറ്റി, അല്ലെങ്കിൽ ഒരു സിപ്പർ ലോക്ക് ബാഗിലോട്ട് മാറ്റി അത് വെച്ച് ജസ്റ്റ് ഒരു സിഗ്സാഗ് ഡിസൈൻ പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈനും ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ വീഡിയോയിൽ ഇവിടെ ഒരു 3 ടൈപ്പിൽ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വരെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു 3 ഡിസൈൻസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു സിഗ്സാഗ് കൊടുത്തു. നെക്സ്റ്റ് ചെയ്യുന്നത് സ്പൈഡർ വെബാണ്. അതിനായിട്ട് ഇതുപോലെ നമ്മൾക്ക് ഓരോ സർക്കിൾസ് വരക്കാം. പിന്നെ നോർമൽ ടൂത്ത് പിക്ക് വെച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഡിസൈനിങ് കൂടെ കഴിയുന്നതോടെ നമ്മുടെ ആ ഒരു പീനട്ട് ന്യൂട്ടെല്ല ഡെസേർട്ട് കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നാളെ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.